Aliens. പത്തിന് പോലും ശിഷ്ടമാണ്. 10 പേരുള്ളായിരുന്നു. 10 പേര് 20 ചായ. ഈ നായര് വലിയ കുഴപ്പമാണല്ലോ. 15 കടിയാ. ഒന്നും മിണ്ടാതിരിക്കും ക്ലീറ്റോ. മിണ്ടാതിരിക്കുന്ന കണക്ക് നോക്കണ്ട, കണക്ക് ശരിയാവണ്ട. പിന്നെ തെറ്റി. ആ ഫോണൊന്ന് തന്നെ. നീ മിണ്ടായിരിക്കും. ഫോണിൽ ഇത് കണക്ക് അയച്ചു തന്നെങ്കിലും നായര് അവിടെ കടയിൽ നിന്ന് കഴിച്ചാൽ എല്ലാം കള്ളക്കണക്കാണ് അയാള്. അതെങ്ങനെ നടക്കും? ക്ലീറ്റ് ഇതിന്ന് 500 എടുത്താ ഇത് ചുമ്മാ ഇരിക്കും. ഇവിടെ അതിലും വലിയ കണക്ക് നോക്കിക്കൊണ്ടിരിക്കും വേണ്ടി ഞാൻ അതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അൻസാറേ, അൻസാറേ, നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ഞാൻ അതിൻ്റെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കണക്ക് കൊടുക്കണം. നമ്മൾ 10 പേരുണ്ടായിരുന്നു. നായർ എഴുതി അയച്ചേക്കുന്നത് 20 ചായ കുടിച്ചെന്ന്. രണ്ടാമതും പോയി കുടിച്ച്. കഷ്ടം തന്നെടേ. പിന്നെ 15 കടി എഴുതിയിരിക്കുന്നു. ഈ ആരാണ് ഈ 5 പേർക്ക് കടി കൂടുതൽ? ഞാൻ ഒരു കാര്യം പറയാം. ഇനി അവിടെ ചെന്നിട്ട് നായരുടെ അടുത്ത് പറയണം 20 ചായ കുടിക്കണമെങ്കിൽ 10 ചായ അങ്ങ് 2 ആക്കി കൊടുക്കാൻ പറ്റും, വെള്ളം കൂട്ടി കൊടുക്കാൻ പറഞ്ഞാൽ. ഇവിടെ കണക്കൊപ്പിക്കണ പാടെ എനിക്കേ അറിയാവൂ. എല്ലാവരും തിന്നാനും കുടിക്കാനും മാത്രമായിട്ടാണ് അവിടെ പറഞ്ഞത്. എന്താ തീറ്റ കിട്ടാതെ കിടക്കണം അവിടെ ഇവന്മാരൊക്കെ. ശരി. എന്തൊരു ദ്രോഹമാണ് ഇവന്മാർ ചെയ്യണത്. എന്താ നിങ്ങളോട് ചെയ്ത ദ്രോഹം? 5 പേർക്ക് കടി കൂടുതലെടുത്ത് 5 കടി. 5 കടിക്ക് എത്ര രൂപയാകും? 5 കടിക്ക് 50 രൂപയായില്ലേ? 50 രൂപയല്ലേ ആയുള്ളൂ. എന്റെ 1315 രൂപ കാണാനുണ്ട് ക്ലീറ്റോ എടുത്തത്. എന്തോ ഇങ്ങനെ നോക്കണത്? ക്ലീറ്റോ തന്നെ എടുത്തത്. എന്റെ പേഴ്സിൽ കൈവയ്ക്കാനായിട്ട് ആർക്കും അധികാരം? പൈസ എടുക്കും ക്ലീറ്റോ. നീ ഉണ്ടെങ്കിൽ കുറച്ച് കണക്ക് നോക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇതിലോട്ട് പോയി. ഈ കാണുന്ന പൈസയേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ ഇരുന്ന പൈസ ആരെടുത്തോണ്ട് പോയി? നീ നിനക്ക് റൊണാൾഡോ എന്റെ പൈസ ഒന്നും എടുക്കൊന്നുമില്ല. അതൊക്കെ വേറെ വിഷയം. ഇവിടെ ഇപ്പൊ 700 രൂപ ഷോർട്ട് വരും. ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നീ അതിൽ നിന്ന് 1000 രൂപ അതാ. ഞങ്ങള് ബക്കറ്റ് പിരിവ് ഉടനെ തുടങ്ങുന്നുണ്ട്. ആന്ധ്രയിൽ വെള്ളപ്പൊക്കം. അപ്പോഴത്തേക്ക് നീ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വേറൊന്നും വേണ്ടേ? ബക്കറ്റ് പിരിവ് ക്ലീറ്റോ. എന്റെ പൈസ ക്ലീറ്റോ. നിന്റെ പൈസ ഞാൻ എടുത്തിട്ടില്ല. എടാ ഡാഡി ഡയറി എടുക്കണ കണ്ട മക്കള് കണ്ടോ? പിള്ള മനസ്സിൽ കള്ളയില്ല. പൈസ ഡയറി എടുക്കണല്ലേ മോൻ കണ്ടോളൂ. അതിൽ നിന്ന് പൈസ ഡാഡി എടുക്കണമെന്നും കണ്ടില്ലല്ലോ. ഇല്ലല്ല. അത് ഞാൻ ഈ ഡയറി എന്ന് പറഞ്ഞ് എടുത്തപ്പോ ആ ഡയറി വന്നു പോയി. പിന്നെ ആ ഡയറിയെ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഡയറി എടുത്ത് ഇവിടെ പൈസക്ക് കയ്യും കാലും ഉണ്ടാവും. ആയിരിക്കും. ചിലപ്പോൾ പറന്നു പോയിട്ടുണ്ടാവും, നടന്നു പോയിട്ടുണ്ടാവും. ഈ ആവശ്യമില്ലാത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ ആയിട്ട് പൈസ നീ ഒന്നാമത് നീ കണക്കിന് പണ്ടേ മോശമാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കണക്ക് കൂട്ടി വെക്കുക. അപ്പം ചിലപ്പോൾ ശരിയാവും. ഇതിവിടെ അറിയാന്നുള്ള എന്താ ഇവിടെ ആകെ പെട്ടിരിക്കുകയാണ്. 700 രൂപ ഇനി ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്നോ ഞാനത് ചിന്ത ചെയ്യുമെന്നാണ്. ഇന്നും ദേശീയ ഭക്ഷണം തന്നെ. എന്ത് ഉപ്മാവിന് എന്താ കുഴപ്പം? ഉപ്മാവ് നിന്നെ പിടിച്ച് കടിക്കോ? കടിക്കൂല, തൊണ്ടേ വന്നിരുന്ന് ഇറുക്കും. അയ്യോ, അത് നല്ലോണം കഴിക്കുമല്ലോ. ഉപ്മാവ് മാത്രമല്ല, അമ്മ ചെറുപയർ കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് വേറെ സാധനം മതി. വേറെ ഉള്ള സാധനങ്ങളൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നീ എനിക്ക് ഇലയട ഉണ്ടാക്കി തരുമോ? ഇതെവിടെ നിന്ന് വന്നിപ്പോ ഇങ്ങനെ ഒരു പൂതി? ഇലയുടെ നിനക്ക് ഇപ്പൊ വേറെ ഒന്നും പറ്റൂലേ? അതെ, എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഒരു കൊച്ചു കൊണ്ടുവന്നതാ. അവരെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം വന്നപ്പോ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് മുമ്പ് ഇലയുടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ തൊട്ട് നോക്കൂലേ അവന് അറപ്പ നനഞ്ഞൊക്കെ ഇരിക്കുമ്പോ. അതാ ഇനി അവന് വല്ല വിശേഷം ഉണ്ടോ? ചില ഗർഭിണികൾ കൊതി വരും പോലെ ഇലയുടെ വേണമെന്ന് പറഞ്ഞിട്ട്. എടാ ഒരു കാര്യം ചെയ്യും, മക്കൾ ഇപ്പൊ ഉപ്പുമാവും ചെറുപയറും കൂടി കഴിക്കാം. എന്നിട്ട് ഒന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മുത്തു വരട്ടെ. മുത്തു ചേച്ചിക്ക് ഭയങ്കര ചേച്ചി വരുമ്പോഴത്തേക്കും അമ്മ ഇലയുടെ ഉണ്ടാക്കി തരാം. എനിക്ക് അപ്പൊ വേണ്ട, എനിക്ക് ഇന്ന് തന്നെ വേണം. എടാ ഇലയുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യമല്ല. അതിനൊക്കെ ഒരുപാട് ജോലിയുണ്ട് മോനെ. ഇല പറിക്കണം, തേങ്ങ ചിരവണം, ഇനി ശർക്കര. ഒരു കാര്യം ചെയ്യാം, ഡാഡി ഇന്ന് വൈകിട്ട് വരുമ്പോ മധുമാമന്റെ കടയിൽ നിന്നുള്ള അവിടെ നിന്ന് ഇലയുടെ വാങ്ങിച്ചോണ്ട് വരാം. നീ എന്ത് അന്ന് വാങ്ങിച്ചോണ്ടല്ലേ? നല്ലല്ലേ? ഒട്ടും തേച്ചില്ലായിരുന്നു. ഇലയുടെ ഒന്നും ഇപ്പൊ പറ്റുമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്ത് നീ പല്ല് വെച്ചാ എന്നാ പോയി പല്ല് വെക്കാം. അപ്പഴത്തേന് ഞാൻ ഉപ്പുമാവും ചെറുപയറും കൂടെ കൊണ്ടുവന്ന് നോക്കും. മര്യാദക്ക് അതിരുന്ന് കഴിക്കാം. പല്ല് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലടാ. ആന പല്ല് കേൾക്കുന്നുണ്ട്. നീ നോക്കട്ടെ,
അയ്യോ വേണ്ട, നീ പോയി തേക്ക്. ഡാഡി ഏടാ ഡാഡിയെ വിളിച്ചിട്ട് കാര്യമല്ല. നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ നിന്റെ അമ്മ മുത്തു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടാക്കാന്ന്. മകളൊരു കാര്യം ചെയ്യും, അപ്പുറത്ത് നിന്നിട്ടേ ലില്ലി മാമി ഒന്ന് സോപ്പിട്ട് നോക്ക്. ചുമ്മാ ചോദിച്ചു നോക്ക്, കിട്ടിയാ നമുക്ക് ബിരിയാണി ആവട്ടെ, അല്ല ഇലയിടാവട്ടെ. പല്ല് തേച്ചിട്ട് പോ. പല്ല് തേക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞിട്ട് വരാം. എന്നാ പിന്നെ പോ, പല്ല് തേക്കാൻ മറന്നു പോലും. ഓ ഞാൻ മറക്കൂല. പല്ലു തേക്കടാ. ഞാൻ ഇപ്പൊ വരാം. എന്നപ്പാ എന്ത് വഴക്ക് കിട്ടിയാറും കയ്യിന്ന്? പിന്നെ സങ്കടപ്പെട്ട് വരുന്ന എന്നെ മാമി ചോദിക്കട്ടെ, എന്ത് പറ്റി? എന്റെ കൊച്ചിനെ ആരാണ് സങ്കടപ്പെടുത്തിയത്? വിശക്കുന്നുണ്ടോ? പിന്നെന്തുപറ്റി? മാമയെ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നു. ചൂട് ദോശയും സാമ്പാറും ഇവിടുന്ന് കഴിക്കാം. എനിക്കൊരു സാധനം വേണം. എന്ത് സാധനം? എനിക്ക് വേണ്ടതേ ഇലയട വേണം. ഇലയടയാ? അതിപ്പോ ഇലയട കഴിക്കാനൊരു ആഗ്രഹം വന്നത്? അതെ, എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഒരു കൊച്ചു കൊണ്ടുവന്ന് കുറച്ചൊക്കെ തന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാമി നല്ല മധുരം. ആണോ? എനിക്ക് മാമി ഉണ്ടാക്കി തരോ? അമ്മയോട് ചോദിച്ചില്ലേ? ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ? അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞേ മുത്തു ചേച്ചി വന്നിട്ടുണ്ടാക്കി തരാന്ന്. പിന്നെ മുത്തു ചേച്ചി വരാൻ ഇനി എത്ര ദിവസം എടുക്കും? അതുവരെ എന്റെ കൊച്ചിങ്ങനെ കൊതി സഹിച്ചിരിക്കണോ? അമ്മ ആള് കൊള്ളാലോ. എനിക്ക് ഉണ്ടാക്കി തരോ? മാമി ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി തരാലോ. അതിനാണോ നീ ഇങ്ങനെ വിഷമിച്ചു വന്നത്? ഇന്നത്തെ ദോശയും സാമ്പാറും ക്യാൻസൽ. നമ്മൾ ഇന്ന് ഇലയട ഉണ്ടാക്കാം. പിന്നെ അല്ലാതെ എന്റെ കൊച്ചു ആഗ്രഹം പറഞ്ഞാ പിന്നെ മാമി അത് സാധിച്ചു തരത്തില്ല. ഇതൊക്കെ മാറ്റി വെച്ചേക്കാം. ശർക്കരയൊക്കെ ഇട്ടല്ലേ? ശർക്കര തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇലയട ആക്കാം. പക്ഷെ ഇല വേണം. ഇല എവിടെ കിട്ടും? ഇല നമ്മുടെ ഈ പറമ്പിലൊക്കെ കിട്ടും. നീ പോയി പറിച്ചോണ്ടോ. ആ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. അല്ല, മാമി ബാക്കിയെല്ലാം റെഡിയാക്കും. ഞാൻ റൊണാൾഡോ മാമിനെ കൊണ്ടുപോകും. ആ വാഴയിലല്ല, വട്ടയില, ഇങ്ങനെ വട്ടത്തിരിക്കുന്ന റൊണാൾഡോ ചേച്ചന് അറിയാം. എത്ര എണ്ണം വേണം? നിനക്ക് എത്ര എണ്ണം വേണം? എനിക്കോ? ആ എനിക്ക് രണ്ടെണ്ണം. രണ്ടെണ്ണം മതിയാ? മൂന്നെണ്ണം? മൂന്നെണ്ണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു രണ്ടെണ്ണം വേണം. പിന്നെ എല്ലാവർക്കും വെച്ചിട്ട് ഒരു 15 എണ്ണം ഉണ്ടാക്കാം. പോരെ 15 എണ്ണം? 15 എണ്ണം. അപ്പൊ എത്ര ഇല പറിക്കും? 15 ഇല പറിച്ചുകൊണ്ട് വരണം. ഓ ശരി. എന്ത് എന്നോട് സ്ഥലം വരെ വരുമോ? നാളെ പറ്റൂല, ഇപ്പൊ വേണം. എന്നോട് പറമ്പ് വരെ ഒന്ന് വാ. പറമ്പില്? ഓ നീ എന്തിനാ പറമ്പിൽ പോലെ ആത്ത പാത്രം ഉണ്ടാവോ? അതിനൊന്നും അല്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രമാണല്ലോ നീ ഭാര്യ കയറാൻ കയറി എന്റെ റൂമിലോട്ട് വരുന്നത്. നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും തിരിഞ്ഞു നോക്കും. നിനക്ക് എന്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഭയങ്കര പൊങ്ങലും പോണ കാര്യം അതല്ലോ. എന്നെ കൊണ്ടുപോയി പോ. ഇനി കുറച്ചേരാ പറിച്ചിട്ടാ. അല്ലേ? എന്തിന്? ഇലയട ഉണ്ടാക്കാൻ. ആരുണ്ടാക്കും? ആരുണ്ടാക്കും? മാമി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞോ? ഞാൻ ഇല പറിച്ചു തരാം. പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്തോന്ന്? നിനക്ക് കിട്ടുന്ന ഇലയടക്കകത്തുനിന്ന് ഒരെണ്ണം എക്സ്ട്രാ എനിക്ക് തരണം. അതാ? ആ തരണം. ഞാൻ തരൂല. പിന്നെ ആര് വട്ടാടെ വണ്ടേ കയറി വട്ടാലെ പറിക്കും? നിന്റെ അത്ര വിളിച്ചോളൂ. ആയില്ല ഓ. എന്നാ ഞാൻ തരാം. വാക്കാന്നല്ല, അവസാനം അച്ചാവുച്ച പറയരുത്. ആണല്ലോ? അപ്പൊ ശരി, വൈകിട്ടാട്ടെ. ഇപ്പൊ വാ. ഇപ്പോഴോ? ആ ഞാൻ കൊണ്ട് പോയി നോക്കട്ടെ തമ്പി ചേട്ടാ. ഓ പറയാം ശരി. റൊണാൾഡേ, നിന്നെ തിരക്കി ഞാൻ അങ്ങോട്ട് പോവാതിരിക്കുന്നു. ആ നീ എന്താ വെളുപ്പാൻ കാലത്ത് ഇങ്ങോട്ട്? മേളിയിരിക്കുന്ന ഒരാൾക്ക് ഇലയുടെ പ്രേമം. ആഹാ, ആ മൂലയ്ക്ക് വട്ടക്കകത്ത് വലിഞ്ഞു കയറി. എനിക്ക് ഇഷ്ടമാണ്ടേ പറഞ്ഞു കൊടുക്കും. പിന്നെ തമ്പിച്ചേട്ടൻ ഇപ്പം വിളിച്ചിരുന്നു. തമ്പിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ, രാമൻ എന്ന് പറയണ? ഓ പുള്ളിയുടെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റടാ. ബൈക്കിനാ? നീ പെട്ടെന്ന് എത്തി പോയിട്ടു. അങ്ങേർക്ക് ജോലിക്ക് എന്തോ പോവാനാണ്. ഞാൻ ചെന്നെടുത്തോളാം. വൈകിട്ട് എല്ലാന്ന് പറ. അയ്യോ വൈകിട്ട് പറ്റൂല, ജോലിക്ക് പോവാൻ. ജോലിക്ക് പോവാനാ?
ഞാൻ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അവിടെ. ഇത് തിരക്ക് ഇത് പോയിട്ട് വന്നിട്ട് നീ ബാക്കി നോക്ക്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോ 2 എണ്ണം എനിക്കോട് തരണേ. ഇല്ല, തരം കാണത്തില്ല. കറക്റ്റ് ആളെണ്ണം വെച്ച് ഇല പറിച്ചത്. പൊന്നെ 2 ഇലയും കൂടെ പറിച്ചാ പോരെ. ഇല പറിച്ചിട്ട് കാര്യമില്ല. അകത്തൊക്കെ ഉള്ള മാവ് അത് കറക്റ്റ് ഉള്ള അതിനുള്ള കുഴച്ചിട്ടുള്ളൂ. നീ നിന്റെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നാ. ഇല്ല, അതും കാണത്തില്ല. ഒന്നും തോന്നല്ലേ, തരാൻ കാണത്തില്ല കേട്ടോ. ശരാ പോണേ നീ. ആ എന്റെ പൊന്നെ ഉണ്ടാക്കിയാ? ഉണ്ടാക്കി. എന്റെ കൊച്ചിന്റെ ആഗ്രഹം പറഞ്ഞ പിന്നെ ഉണ്ടാക്കണ്ടേ. ചേച്ചി എന്തൊരു മനുഷ്യ ചേച്ചി. എന്ത് ചേച്ചിയോടല്ലേ അവൻ ആദ്യം വന്ന് പറഞ്ഞത് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? നിന്ന് തിരിയാൻ നേരമില്ല. ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് ചെന്നിരുന്നേ ഉള്ളൂ കണക്കെഴുതാൻ വേണ്ടി. നിന്ന് തിരിയാൻ നേരം വെച്ചാൽ ചേച്ചി രാവിലെ എന്തൊക്കെ ഉണ്ടാക്കി? ഉപ്മാവ് മാത്രല്ലേ ഉണ്ടാക്കി. ചെറുപയർ വിനാരുണ്ടാക്കും. അയ്യോ, അത് വലിയ കാര്യമായി പോയി. പിന്നെ ഇവിടെ ചേച്ചി എന്താ പറഞ്ഞ, മുത്തു ചേച്ചി വരുമ്പോ ഉണ്ടാക്കി തരാം. നമ്മൾ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാ വരുന്നത്? പിള്ളേർക്കൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അവൻ ഈ പറയില് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തിന്നണ നോക്കിക്കോ. നോക്കിയോ, ചേച്ചി ഉണ്ടാക്കി കൊടുത്താൽ തിന്നത്തില്ല. അതിന് ടേസ്റ്റ് ഇല്ലല്ലോ. ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ തിന്നു. ശർക്കര മാത്രം തോണ്ടി തിന്നു. 8 എണ്ണം ഉണ്ടാക്കണ്ട്? 10-15 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഇതേ എല്ലാം അത്രയുണ്ട്. ഞാൻ 15 ഇല പറിച്ചിട്ട് വരാൻ പറഞ്ഞു. അവൻ കറക്റ്റ് 15 ഇല പറിച്ചോണ്ട് വന്നു. എന്നാ പിന്നെ 2 എണ്ണം ഞങ്ങൾക്ക് തന്നേക്ക്, ക്ലീറ്റോനും എനിക്ക്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ ഉപ്പുമാവും ചെറുപയറോ അതെടുത്ത് മാറ്റി വെക്കാൻ പാടില്ല, വൈകുന്നേരം കഴിച്ചൂടെ? ചെറുക്കൻ വശില്ലേ എന്നോട് വഴക്കാന്ന് പറഞ്ഞു, മിണ്ടണില്ല. പല്ലേച്ച ഞാൻ പല്ല് വെച്ചോണ്ട് നിക്ക. ഞാൻ ഇടാന്ന് പറഞ്ഞു വിളിച്ചിട്ട് മൈൻഡ് കൂടി ചെയ്തില്ല. നല്ല കാര്യം, മൈൻഡ് ചെയ്യണ്ട. ഞാൻ ചെല്ലട്ടെ, അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എഴുന്നേറ്റ കൈകൊള്ളും. ചുമ്മാണ് ഞാനേ ഉറങ്ങി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോഴേ ഒരു മണം എത്തിയ മണം. പിന്നെ നീ വേറെന്താ കാപ്പി ഉണ്ടാക്കണമെന്നല്ലേ പറഞ്ഞത്? ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടി സാമ്പാറിന് കഷ്ണം അരിഞ്ഞോണ്ടിരിക്കുമ്പോ ഒരുത്തം വന്നേക്കുന്ന അവിടെ തക്കുടു. അവനെ ഇലയുടെ വേണോന്ന്. അവന് അവന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഏതോ ഒരു കൊച്ച് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ചേച്ചി എടുത്ത് ചെന്നപ്പോ ചേച്ചി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല, മുത്തു വരട്ടെ അപ്പം ഉണ്ടാക്കി കൊടുക്കാന്ന്. പിന്നെ ആ സങ്കടത്തിലെ ഇങ്ങോട്ട് വന്നത്. ഓ അത് ശരി. ഓ എനിക്ക് ഇതിന്റെ ഭയങ്കര ഇഷ്ടമാണ്. ചില നേരത്തെ വൈകുന്നേരം പല്ലേ ചേട്ടാ ഏട്ടാ. അയ്യേ പൊക്കി അവിടുന്ന് പോയി പല്ല് വെച്ചിട്ട് വാ. എന്താ നോക്കട്ടെ. വെന്തിട്ടില്ല ഇപ്പൊ വെച്ചു ചേട്ടാ. പല്ല് കേട്ടാ പോയി. ഒരെണ്ണം തരുന്നില്ല, പോയി പല്ലേക്ക് പോ. അത്രക്ക് കൊതി പാടില്ല. ചെല്ലുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ പണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളിൽ വിട്ട നേരത്തെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പൊ ഞാൻ പിണങ്ങിയിരുന്ന അമ്മ എന്നെ മിണ്ടാൻ വേണ്ടി ഉണ്ടാക്കി തരുന്ന സാധനം ഇത് മറന്നിരിക്കുക. അല്ല അതേ മണം കേട്ടോ. അതെങ്ങനെ പഠിച്ച അമ്മ പഠിപ്പിച്ചെന്നാണ്? അമ്മ പഠിപ്പിച്ചെന്നല്ല എനിക്കറിയാം. ഞാൻ തീരെ പാചകം അറിയാത്തൊരു അല്ല. ചില ടേസ്റ്റുകൾ പെട്ടെന്ന് ചില മണം വരുമ്പോ പെട്ടെന്ന് ചില പഴയ ഓർമ്മകൾ വരുന്നു. ഒരെണ്ണം കഴിച്ചിട്ട് പല്ലിച്ചിട്ട് അവനും വരും ഇപ്പൊ പല്ലിച്ചിട്ട് ചെല്ലേ. പല്ലിയ ചെല്ലിയ കുഴപ്പമില്ല. ഒരു കാര്യം, ആന എത്ര പല്ലിയേക്കുന്നത് കൊണ്ട് അത് തുറന്നു വെച്ചിട്ട് പോയി. ചൂടില്ല കഴിച്ചു. നല്ല മണം. ഇത് കഴിച്ചിട്ട് ഇത് തുറന്നാ പോരെ? നല്ല ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടാ? തിന്നോ. ആ കൊച്ചു തന്നെ കാട്ടിലും കൊള്ളാം മാമി ഉണ്ടാക്കിയത്. നല്ല പരു. സാധാരണ ചിലപ്പോൾ ശർക്കര കൂടി പോകും, അല്ലെ അങ്ങനെയൊക്കെ ആവില്ല. ഇത് കറക്റ്റ് സൂപ്പർ.
നീ കഴിക്കാൻ കഴിക്കുന്നേ ഞാൻ പിന്നെ കഴിച്ചോളാം കഴിച്ചോളാം ഏട്ടൻ കഴിക്ക്. കഴിക്കടി ഇങ്ങോട്ട് കൊള്ളാം. ഞാൻ കഴിച്ചോളാന്ന് പിന്നെ. നീ അങ്ങോട്ട് കഴിയാ അങ്ങോട്ട് പിന്നെ അങ്ങനെ വേണ്ട. എന്തൊരു സ്നേഹമല്ലാണ് നിന്റെ മാമന്. എന്തോ ആ ഉണ്ടാക്കിയല്ലേ ആ അടിപൊളി. മണവും ഗുണവും ഉണ്ട്. എന്താടാ അമ്മയല്ലേ പറഞ്ഞു എനിക്ക് ഉണ്ടായി തരൂലെന്ന്. അപ്പൊ അമ്മ കഴിക്കണ്ട. അതിനായോ അമ്മ അടിക്കണം, ഡാഡി അടിക്കല്ല. കൊടുത്തേക്കാണ് അമ്മക്ക് ശരിക്കും കൊടുക്കേണ്ടാത്തതാണ്. ഒരെണ്ണം കൊടുത്തേനെ. ഇതെന്റെ അനിയത്തിയാ, എനിക്ക് ഉണ്ടാക്കിയതാ കേട്ടോ. കൊച്ചൊരാഗ്രഹം പറഞ്ഞപ്പോ ഉണ്ടാക്കി കൊടുക്കാൻ വയ്യല്ലോ നിനക്ക്. ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്താ പോരെ. ഞാൻ ഞാനല്ലേ സില്ലിമോളെ, ഞാൻ എത്ര ആരോട്ട് മണം പിടിച്ച് ഇവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കൊതി. ഡാഡി, ഇതാ പതി എടുക്ക്, എടുക്ക്. ആ, പാവമല്ലേ മോനെ, തക്കടു, പാവമല്ലേ, ഇച്ചിരി കൊടുക്കാം. മുഴുവൻ ഉണ്ടെടി. എന്റെ പൊന്നെ എടുത്തോ. ഞാൻ പോയി ചേർത്താ. വേണ്ടെന്ന് എനിക്ക് ചായ ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ. ഏയ്, ചായയും നീ ഇന്ന് അരിയിൽ നിന്ന് ശകലം എടുക്ക്. എനിക്ക് വേണ്ടാന്ന്, അത് വേണ്ട, ഞാൻ ഒരെണ്ണം മുഴുവനായിട്ട് തിന്നോളാം. നമ്മളെ അമ്മ ഉണ്ടാക്കണം അതേ ടേസ്റ്റ് നോക്ക്. നല്ല മണവും. ആരാ ഉണ്ടാക്കിയേ? എന്റെ പെങ്ങളല്ലേ ഉണ്ടാക്കിയേ? അതാണ് എനിക്ക് അത്ഭുതം. രണ്ടെണ്ണം അല്ല നന്നായിരിക്കുന്നു. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ചായ ഒന്നായിരിക്കും. അല്ല മറ്റേ മുതലെന്തേ അച്ചാച്ചനാണോ? എന്റെ പൊന്നെ, ആ തമ്പിച്ചേട്ടന്റെ ഏതോ കൂട്ടുകാരൻ പറഞ്ഞിട്ട് വണ്ടി പണിയാനായിട്ട് പോയി. അവന് മാറ്റി വെച്ചിട്ടുണ്ടോ? 3 മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല എന്നെ കൊല്ലും. 3 ഉള്ളൂ. 3 പോലും. 25 ഇല പറിച്ചതിന് 50 കണക്കൊക്കെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ 15 ഇല പറിക്കാനല്ലേ. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ എടുത്തോ. ക്ലീറ്റോ ചേട്ടനും കൂടെ കൊണ്ടുപോകും. നിനക്ക് വേണോ ഇനി? നീ അല്ലെങ്കിൽ അവിടെ വന്ന് കണക്ക് പറയും. പറഞ്ഞില്ല ഇടയ്ക്ക് അവൻ ഉണ്ടാക്കി കൊടുക്കാം. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അവന് ആവശ്യം പോലെ കഴിക്കട്ടെ. കഴിക്കും. കഴിയോട്ടെ. ആദ്യമായിട്ടാണ് അടയ്ക്ക് വേണ്ടി കരയണ പിള്ളേരൊക്കെ ഞാൻ കണ്ടേക്കുന്നത്. സാധാരണ നൂഡിൽസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അവന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ടാക്കി കൊടുത്തു. അത് അടിപൊളിയായിരുന്നു. ഇത് അതിലും അടിപൊളിയല്ലേ? ആ, ഇതല്ലേ നല്ലത്? മാമി ഉണ്ടാക്കിയല്ലേ നല്ലത്? നാടൻ ചെറുക്ക അത് കണ്ടല്ലേ വളരണ. അല്ല തള്ളമാരുടെ ജോലി എളുപ്പത്തിന് വേണമെങ്കിൽ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് അവരത് ശീലിക്കും. ഇതല്ലേ കണ്ട വളർന്നത്? വേഗം കഴിച്ചിട്ട് അങ്ങോട്ട് വാ, കുളിക്കണം. അവൻ കഴിക്കട്ടെ സമാധാനം. അത് പറഞ്ഞപ്പോ നാടൻ ചെറുക്കന്റെ മുഖം പോയത് കണ്ടോ? ഡാഡി പകുതി എടുത്തോട്ടെ. വേണ്ടടി അവിടെ എനിക്ക് ഇല്ലേ ഇപ്പൊ തീർക്കണേ ഇത്. എല്ലാവർക്കും ഇത്രയും കൊതിയായിരുന്നു. നല്ല പരുവത്തൊന്നും. എന്താ എന്താ ആരെങ്കിലും ഓടിച്ചാ? അല്ല എന്താ നമ്മുടെ ഇലയുടെ എന്തായി? അതിനായിരുന്നാ? പിന്നെ അതുണ്ട്. ഞാനവിടെ പണിഞ്ഞോണ്ടിരുന്നപ്പോ ശർക്കര പോലെ കൊതി വായിക്കട വന്നേ. തരാം. ഇന്നലെ എന്റെ വാങ്ങിച്ച 200 രൂപ ആദ്യം അത് പൈസ കിട്ടിയില്ല. കിട്ടി. എനിക്ക് കഥ കാണാൻ പറ്റുന്നുണ്ട്. പേപ്പർ ഒന്നും അല്ല. ആഹാ, 200 മതി. അപ്പൊ 200 തന്നാലേ ഇയാളെ ഇലയുടെ തരത്തുള്ളൂ. അത്രേ ഉള്ളു. ആ, അവിടെ എന്ത് അടാ അട ഇവിടെയാണ് ഇരിക്കണം, അടുക്കളയില്. ആണോ? ആ, കർത്താവേ. ആ ഇഡ്ഡലി കുട്ടകത്തിന്റെ അകത്ത് ഇരിപ്പുണ്ടേ. എന്റെ പൊന്നു, ഇതെന്തൊരു കൊതി. കാണുമ്പോ പണ്ട് പറങ്ങാണ്ടി വിട്ടെടുത്ത് സ്കൂളിനടുത്ത് റെംലാത്താടെ ഇടയിന്ന് ഇലയുടെ കാണിച്ച് എന്താ എന്താ എന്റെ ഇലയുടെ അവിടെ ഇരിക്കണം. അതിനാണ് ഈ കിടന്ന് ഒച്ച ഇട്ടത്. എന്റെ പൊന്നു, ഇതാണോ ഇലയുടെ? ഇതിലെവിടെ ഇലയുടെ? എവിടെ? അയ്യോ, ഇതിന്റെ അകത്തിരുന്ന ഇലയുടെ എവിടെ പോയി? എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ ഇവിടെയായിരുന്നു വെച്ചത്. ഞാൻ എന്തോരം പാട് വിട്ട് വട്ടക്കകത്ത് കയറിയത് പറിച്ചാന്നറിയോ? ഒരു ശകലം വെച്ചില്ലല്ലോ എനിക്ക്. എന്റെ അച്ചാച്ചനാണ് സത്യം. 3 എണ്ണം ഞാൻ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെവിടെ പോയി? എനിക്കറിയാം, തക്കൂട് എടുത്തോണ്ട് പോയതാ. പിന്നെ അവൻ എടുക്കത്തൊന്നുമില്ല. അവന് ഞാൻ വയറ് നിറച്ചും കൊടുത്തതാ. അവൻ രാവിലെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അവന്റെ കൊതി ആ മുഖത്ത് കണ്ടു. ഇത് അവൻ കൊണ്ടുപോയി. അവൻ എടുത്തിട്ടാണ്. അല്ലെ അവൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് എടുത്ത് തിന്നുവോ? ഇവിടുന്ന് എടുത്തു കൊടുക്കാമല്ലോ. ആര്? കാരണം വെച്ചപ്പോ അവനോടുള്ള സ്നേഹം മൂത്തെടുത്തു കൊടുത്തു. ഒരു ശകലം. ഞാൻ ഏട്ടനെ വിളിച്ചു നോക്കട്ടെ. ഏട്ടാ ഇനി വന്നേ. ചോദിക്കാം. ഏട്ടാ, ഇതിന്റെ അകത്ത് ഞാൻ 3 ഇലയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കണ്ടായിരുന്ന? ഏട്ടനെങ്ങാനും എടുത്തത് തക്കുടിന് കൊടുത്താ? കൊടുത്തു. പിന്നെ അത് എവിടെ പോയി? നമ്മുടെ അടുക്കളയിൽ വന്ന് ആരാ എടുത്തോണ്ട് പോണത്? ഏട്ടന് ഞാൻ 3 എണ്ണം തന്നല്ലേ. ഇത് ഞാൻ അച്ചാച്ചന് വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലേ.
ഇനി ഭയങ്കര കൊതി വന്നപ്പോ ഞാൻ അവൻ്റെ അടുത്തിട്ട് അതെങ്ങനെ ഒരാൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന സാധനം എടുത്ത് തിന്നത്? നമുക്ക് വേണ്ടി മാറ്റി വെച്ച് എന്തെല്ലാം എടുത്ത് കഴിച്ചേക്കുന്നത്. എനിപ്പോ എന്താ കുഴപ്പം? അതല്ലേ എന്നാലും പിന്നെ അവന് മാത്രമല്ല നമുക്ക് കൊതി ഉണ്ടല്ലോ. നല്ല അച്ചാച്ചനും കൂടെ വേണ്ടിട്ടല്ലേ ഉണ്ടാക്കിയത്. ആ അത് വേറെ എല്ലാം ഉണ്ടായിക്കോട്ടെ. സത്യമായിട്ട് എനിക്കിതിൽ പങ്കില്ല. എനിക്കറിയാം മനപ്പൂർവ്വം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. അല്ല കഴിച്ചു. കൊതി കൊണ്ട് കഴിച്ചു പോയതായിരിക്കും. എനിക്കല്ല കൊതി. സാറില്ല, ഞാനൊരു കാര്യം പറയട്ടെ. നാളെ ഞാൻ 5 ഞാൻ ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കാം. സത്യമായിട്ടും ഇവിടെ വെക്കണ്ട. എന്റെ മുമ്പിൽ ഇല വെച്ച് അതിൽ മാവ് വെച്ച് തേങ്ങാപ്പീര വെച്ച് വേവിച്ച് എന്റെ മുമ്പിൽ വെച്ചായിരുന്നു. ഒറ്റപ്പാക്കിൽ ഇവിടെ നിന്ന് കഴിക്കും. ആ ഓക്കെ, തരാം. ശരി. നല്ല ടേസ്റ്റ് ആയിരുന്നു.